കത്തോലിക്ക വിശ്വാസികൾക്ക് 1938 ഒരു ഇടവ ദേവാലയ സൗകര്യം വന്നു ചേർന്നത്. അന്നത്തെ അധികാരികളുടെയും വിശ്വാസികളുടെയും സഹകരണത്തിൻ്റെ ഫലമായിട്ട് ഒരു നല്ല ഇടവയ്ക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ ക്രമേണ രൂപപ്പെടുകയുണ്ടായിട്ടുണ്ട്. സന്തോഷ നാമധേയത്തിലാണ് ഇടവദേവാലയം ഉയർന്നു വന്നെങ്കിലും ക്രമേണ ഫാറ്റിമാരുടെ പ്രത്യേക ഭക്തിയും അവിടെ ഉത്ഭവിക്കാൻ ഇടവന്നിട്ടുണ്ട്. അമ്മയുടെ നാമധേയത്തിൽ ഒരു കപ്പേളയും പ്രവർത്തിക്കുന്നുണ്ട് താനും. ഈ വർഷം അവിടെ തിരുനാൾ ആചരണത്തിന് സെൻറ്റ് ആൻ്റണിയെയും സെൻറ്റ് സെബാസ്റ്റ്യനെയും സെൻറ്റ് ജോർജിനെയും പ്രത്യേകം. ഈ വിശുദ്ധത്തെ സംയുക്തമായ തിരുനാളാഘോഷം അനർത്ഥമാക്കാൻ അനുദായമാക്കാൻ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുനാൾ കമ്മിറ്റിയുടെ സഹകരണത്തിലൂടെ ആദ്യമായിട്ട് തന്നെ വെബ്സൈറ്റ് സൗകര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ പഠിച്ച് ജോലി കിട്ടിയ നിരവധി ആളുകൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് പകർന്നു കൊടുക്കാനും അകലെ ഉള്ളവർക്ക് ഇവിടുത്തെ കാര്യം ഗ്രഹിച്ചുകൊണ്ട് പ്രതികരിക്കാനും സാധിക്കട്ടെ ആവശ്യം. യാന്ത്രിക സൗകര്യങ്ങൾ ഏറെ വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെബ്സൈറ്റിന് അതിന് പ്രാധാന്യം പ്രസക്തിയുമുണ്ട്. സ്വാഭാവികമായിട്ടും ഏറെ നന്മയ്ക്ക് സാക്ഷ്യമിക്കാൻ ഉതകുന്ന ഈ സംവിധാനത്തിലൂടെ വിവരങ്ങൾ യഥോചിതം അറിയിക്കുന്നതിനും അതിലൂടെ ഏറെ നന്മ ഈ നാടിനെ കുറിച്ച് സംജാതമാക്കുവാനും ഈ നാടിന് പുരോഗതി ആവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെടാൻ വേണ്ട സഹായങ്ങൾ ലഭിക്കുവാനും ഇടവരട്ടെന്ന് ആശംസിക്കുന്നു. പുതിയ വെബ്സൈറ്റ് സഹകരണത്തിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. തിരുനാൾ ആഘോഷ കമ്മിറ്റി മുൻകൈയെടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സംവിധാനത്തിലൂടെ ഏറെ അനുഗ്രഹം പുരോഗതി സംവിധാനം ചെയ്യപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി നേർന്നുകൊണ്ട് അനുരാശിച്ചുകൾ ആശംസിക്കുന്നു.